അതായത് ദേഷ്യം, പക, വിദ്വേഷം, അതുപോലെ അസൂയ, കുശുമ്പ്, കോമ്പറ്റീഷൻ എല്ലാം നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പം സ്കൂളുകളിൽ പോകുന്ന കുട്ടികളെ റോങ് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. അത് കോമ്പറ്റ് ചെയ്യാനായിട്ട് കൂടെ ഇരിക്കുന്ന കൂട്ടുകാരോട് കോമ്പറ്റ് ചെയ്യാനും അവരെ തോൽപ്പിക്കാനും ഇതെല്ലാം നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവായിട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡ് ഓൾവേസ് പോസിറ്റീവ് സാധനങ്ങൾ കൊണ്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ മറ്റുള്ള വ്യക്തികളെക്കുറിച്ച് പറയുന്നതും ശരിയായിരിക്കാം, അവരെക്കുറിച്ച് പറയുന്നത് പോലും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും നെഗറ്റീവ് ചർച്ചകളും നെഗറ്റീവ് ഡിസ്കഷനിലും അസൂയയും കുശുമ്പും ദേഷ്യവും വൈരാഗ്യവും ഈവൻ പ്രാർത്ഥനകൾ പോലും നമ്മൾ പ്രയർ പോലും എനിക്കറിയാവുന്ന ധാരാളം ആൾക്കാർ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നാറുള്ള അവസ്ഥ വരാറുണ്ട്. അതായത് ശബരിമലയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര തിരക്കാകുമ്പോൾ തിക്കും തിരക്കിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുമല്ലോ. ഉന്ത് വരുമ്പോഴത്തേന് നമ്മൾ അറിയാതെ അടുത്ത് നിൽക്കുന്ന ആളുടെ കാലേ കയറി ചവിട്ടും. സ്വാഭാവികമായിട്ട് ഉന്ത് വരുമ്പോഴത്തേനും നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി എങ്ങോട്ടെങ്കിലും ചവിട്ടുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കാലയിലായിരിക്കും ചവിട്ടും. അടുത്ത് നിൽക്കുന്ന ആൾ തൊട്ടടുത്ത് നിൽക്കുന്നവനെ പൂരെ ചീത്ത വിളിക്കാറുണ്ട്. അപ്പം ഈ അമ്പലത്തിൻ്റെ നടയുടെ അവിടെ പോലും ആൾക്കാർ നിങ്ങൾ പല ദേവാലയങ്ങളൊക്കെ അമ്പലങ്ങളും പള്ളികളിലൊക്കെ കാണുന്ന കാഴ്ചയാണ്. തിരക്ക് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, പക്ഷെ അടുത്ത് നിൽക്കുന്നവരെ അന്നേരം ഒറ്റ ചീത്ത വിളിച്ച് കാണാൻ മേലെ, മനുഷ്യൻ നിൽക്കുന്നത് കാണാൻ മേലെ, മറ്റേ ലച്ചൂടെ മാറി നിന്ന് തൊഴാൻ മേലെ, മറിച്ചാന്ന് പ്രാർത്ഥിക്കാൻ മേലെ എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ അവർ വെറുതെ വേസ്റ്റ്, പാവം അവിടം വരെ നടന്നു വന്ന് അത്ര ഇടി കൊള്ളുന്നത് വേസ്റ്റാണ്, പോയി കഴിഞ്ഞു. കാരണം ആ നെഗറ്റീവ് എനർജിയിൽ പ്രാർത്ഥനയൊന്നും പോകത്തില്ല. ആ സൈഡിൽ നിൽക്കുന്ന ആളെ ചവിട്ടി പൊളിച്ച് അവരെ ചീത്ത വിളിച്ചിട്ട് അവിടെ നിന്ന് 1 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ ഒരു എഫക്റ്റും ഇല്ല, മെസ്സേജ് പോകത്തില്ല. മെസ്സേജ് പോകാതെ അവിടെ പോയി ഇത്രയും കഷ്ടപ്പെട്ട് അവിടം വരെ നടന്നു പോയി അവിടം വരെ ചെന്നിട്ട്, അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ എന്ത് ഡിസ്ട്രാക്ഷൻ ഉണ്ടായാലും ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ത് ഡിസ്ട്രാക്ഷൻ ഉണ്ടായാലും നമ്മുടെ മൈൻഡ് അപ്സെറ്റ് ആവരുത്. നമ്മൾ വളരെ കൂളായിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് അകന്ന് നിന്ന് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. തിരക്കാണെങ്കിൽ ഇടിക്കാതെ കയറണമെന്നുമില്ല, അകന്ന് നിന്ന് പ്രാർത്ഥിച്ചാലും. കാരണം നമ്മുടെ മൈൻഡാണ് വർക്ക് ചെയ്യുന്നത്, അല്ല നേരെ അവിടെ നിന്ന് അകത്തിരിക്കുന്ന പുള്ളി നേരിട്ട് കാണണമെന്നൊന്നുമില്ല. ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആൾക്ക് നമ്മളെ നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. നമ്മളവിടെ ചെന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. ഒതുങ്ങി നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ മൈൻഡ് സെറ്റ് എഫക്റ്റ് ആകുന്ന സമയത്ത് പ്രാർത്ഥനകൾ പോലും ചെയ്യരുത്. ആൾക്കാരെല്ലാവരും നമ്മൾ വിചാരിക്കുന്ന ഈ കണ്ട ആൾക്കാർ മുഴുവൻ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് ചുരുക്കം ആൾക്കാർക്ക് നമ്മൾ ഫലം കാണുന്നുള്ളല്ലോ, ബാക്കി എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ചില ആൾക്കാർ, പ്രത്യേകിച്ച് നിരീശ്വരവാദികളായിട്ടുള്ള പല ആൾക്കാർക്കും ഉണ്ടാകുന്ന സംശയം. എല്ലാവർക്കും ഒരുപോലെ കിട്ടും, എല്ലാവർക്കും ഒരുപോലെ കിട്ടില്ല. എങ്ങനെ എല്ലാവർക്കും ഒരുപോലെ കിട്ടും? അവരുടെ മൈൻഡ് ഏത് തലത്തിലാണോ ആ ലെവലിലെ മെസ്സേജുകൾ പോലും പോകുള്ളൂ. അവരുടെ മൈൻഡ് വളരെ റിലാക്സ്ഡ് മൂഡ് കൂളായിരിക്കുന്ന സമയത്ത് മാത്രമേ, ഇപ്പം നമ്മുടെ ഫോൺ ഹാങ് ആയിരിക്കുന്ന സമയത്ത് മെസ്സേജ് പോകത്തില്ല. ഈ അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്ത് ഹാങ്ങാണ്, ആ ഹാങ് ആയിരിക്കുന്ന സമയത്ത് പോകത്തില്ല. സെയിം പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഫോൺ ചില സമയത്ത് എന്ത് കാണിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നതാണ് അമ്മല്ലേ, ആ സമയത്ത് എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ഭയങ്കര തിരക്ക് പിടിച്ച് നമ്മൾ ഫോണിൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് പെട്ടെന്ന് ഡോക്യുമെൻ്റ് നോക്കാൻ വേണ്ടി പടപടന്ന് ഞെക്കും, ഈ സാധനം അവിടെ നിൽക്കും. ഇത് തന്നെയാണ് നമ്മൾ അപ്സെറ്റ് ആകുന്ന സമയത്ത് എന്ത് കാര്യം. അപ്പോൾ മൈൻഡ് സെറ്റാണ് നമ്മൾ ജങ്ക് ഫുഡിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ജങ്ക് ഫുഡ് ചീത്തയാണ്, പക്ഷേ അതിൻ്റെ 1000 മടങ്ങ് ഡേഞ്ചറാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ. വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻപുട്ട് എല്ലാ ദിവസവും വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻപുട്ട് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും.